ആമുഖമില്ല. കഥയ്ക്കു മുന്നോടിയായി ഒരു കഥാകഥനവുമില്ല. ഒത്തിരി കഥകൾ കേട്ടും ജീവിതങ്ങൾ കണ്ടും ക്ലാവ് കയറിയ കലുങ്കിൽ നിന്ന് ജീവിതം പോലെ ചെറുതൊന്നു പകർന്നാടാനുള്ള പരിശ്രമമാണ് കലുങ്ക്. കൂടിയിരിക്കുന്നവരുടെ ചങ്ക് 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 പിടിക്കാൻ അടുത്തത് തിരികുന്ന കുരുട്ട് ബുദ്ധിക്കാരുടെ പ്രാങ്ക് പ്രാങ്ക് പ്രാങ്ക്. നാട്ടിലെ കാര്യങ്ങളൊക്കെയും അറിയുന്ന കൂട്ടരെ പിടിച്ചിട്ട് ചാക്കില് കയറ്റുന്ന കൂലിയും വേലയും ഇല്ലാത്തൊരെപ്പോഴും കൂട്ടം വെച്ചിരിക്കുന്ന കലിങ്ക്. ഇരുട്ടത്ത് കണ്ണുള്ള ചുരുട്ടുന്ന വാലുള്ള ചുണ്ടുന്ന കയറുള്ള ചുരുക്കത്ത് പ്രാന്തുള്ള ഹഡ് പൊട്ടിത്തെറിക്കുന്ന പോലെന്ന് ചിലക്കുന്ന ഇത്ര കെട്ടോ ചിരിക്കണ കലിങ്ക് കലിങ്ക് കലിങ്ക്. ചുരുക്കത്ത് പറഞ്ഞാൽ തകന്ന പളുങ്ക് 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 പളുങ്ക്. കൂടിയിരിക്കുന്നവരുടെ ചങ്ക് 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 കുടുക്കിട്ട് പിടിക്കാൻ അടുത്തിട്ട് തിരിക്കുന്ന കുരുട്ട് ബുദ്ധിക്കാരുടെ പ്രാങ്ക് 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 പ്രാങ്ക്. കൂടിയിരിക്കുന്നവരുടെ ചങ്ക് 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 കുരുട്ട് ബുദ്ധിക്കാരുടെ പ്രാങ്ക് പ്രാങ്ക് പ്രാങ്ക്. നാട്ടിലെ കാര്യങ്ങളൊക്കെയും അറിയുന്ന കൂട്ടരെ പിടിച്ചിട്ട് ചാക്കില് കയറ്റുന്ന കൂലിയും വേലയും ഇല്ലാത്തൊരെപ്പോഴും കൂട്ടം വെച്ചിരിക്കുന്ന കലിങ്ക്. ഇരുട്ടത്ത് കണ്ണുള്ള ചുരുട്ടുന്ന വാലുള്ള ചൂണ്ടുന്ന കയറുള്ള ചുരുക്കത്ത് പ്രാന്തുള്ള ഹഡ് പൊട്ടിത്തെറിക്കുന്ന പോലെന്ന് ചിലക്കുന്ന ചുരുത്തം കെട്ടോരിക്കണ കലിങ്ക് കലിങ്ക് കലിങ്ക്. ചുരുക്കത്ത് പറഞ്ഞാലുണ്ടകണ പളുങ്ക് പളുങ്ക് പളുങ്ക്. മുഖത്തേക്ക് വിളിച്ചിട്ട് ആരായാലും എന്നെ വിട്ടു പോയില്ലേ അങ്ങളെ. എന്റെ അമ്മ ഇന്ന് എന്നെ തന്നിട്ടില്ല. ലാലി തന്നെയപ്പോ എനിക്ക് ഷോക്കായി പോയി. അപ്പൂപ്പ ലാലിയോട് കാണിച്ചതും ശുദ്ധ തെമ്മാട്ടരാ. ലാലി മാത്രം കുറ്റപ്പെടുത്താനാവില്ലെങ്കിലേ. മോളെ ജിത്തു പറയുന്നത് മോള് സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ജിത്തുവിനെ. ജിത്തുവിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി തയ്യാറായത് നീ ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പാടുണ്ടായിരുന്നു. ജിത്തുവിനെ സ്നേഹിക്കുന്ന ഒന്ന് പേരിൽ മറ്റെല്ലാം സഹിച്ച് ഞാൻ ആ വീട്ടിൽ കഴിയണമെന്നാണോ അച്ഛൻ പറയുന്നത്? ഇതൊന്നും ആയിരുന്നില്ലല്ലോ അച്ഛനെ പഠിപ്പിച്ചത്. നാളേക്ക് 40 വട്ടം ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന അച്ഛനല്ല പെട്ടെന്ന് ഒരു മാറ്റം. സ്വന്തം മകൾക്ക് ഒരു കുടുംബ ജീവിതം ഉണ്ടാവില്ലെന്ന് ഭയന്നിട്ടാണ്. എനിക്കറിയാം അച്ഛനായാലും ഭർത്താവായാലും ആണല്ലേ ആണ്. മോളെന്തൊക്കെയാ പറയുന്നത്? മോൾക്ക് ഇഷ്ടമില്ലാത്ത അച്ഛൻ ഒരിക്കലും മോളെ നിർബന്ധിച്ചു വിടില്ല. മോൾക്ക് എപ്പോ വേണമെങ്കിലും അച്ഛന്റെ അരികിലേക്ക് പോവുക. മരണം വരെ അച്ഛൻ കൂടെ ഉണ്ടാവും. പക്ഷേ മനസ്സുകൊണ്ട് ചിത്തൂര് ഉപേക്ഷിക്കാൻ നീ തയ്യാറാവാം. അച്ഛന്റെ സ്നേഹവും വാത്സല്യവും മാത്രം മതിയെന്ന് തീരുമാനിക്കാൻ എന്റെ മോൾക്ക് പറ്റണം. നിനക്കെന്നെ മറക്കാൻ പറ്റുമോ? നമ്മൾ പരിചയപ്പെട്ടപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയില്ലേ? നീ കൂടി എന്റെ ഹൃദയം കവർന്ന് കളഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന്. നിന്നെ വിട്ട് ഞാൻ എവിടെയും പോവില്ല. പക്ഷേ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരില്ല. നീ എന്റെ വീട്ടിലേക്ക് വാ. അതോ അത് നടക്കില്ല. അങ്ങനെ ലാലി എനിക്ക് സ്വന്തം. അതുപോലെ എന്റെ അമ്മയ്ക്കും അപ്പനും ഞാൻ സ്വന്തം. അതൊക്കെ വേർപ്പെടുത്താനാവാത്ത ബന്ധങ്ങളാ. ജിത്തു നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കെന്റെ മോളൊപ്പം നിൽക്കാൻ പറ്റും. ലാലി നീ മുഖത്തിരിക്കണ്ട. അമ്മയെ അപ്പനെ അപേക്ഷിച്ച് ഞാൻ നീ വിളിക്കുന്നിടത്തേക്ക് വരില്ല. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്റെ വീട്ടിൽ വരും. വന്നില്ലെങ്കിലും മരണം വരെ ഞാൻ കാത്തിരിക്കും. അങ്ങളെ സോറി. എന്താ പറഞ്ഞത്? എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരണമെന്നു. എന്തുകൊണ്ടാ ഞാൻ വിളിക്കുന്നിടത്തേക്ക് നീ വരാമെന്ന്? നിനക്കെന്താ സ്നേഹം ഇല്ലാത്തതുകൊണ്ടത്? അല്ലേ അല്ലേ? നീ എന്തൊക്കെയായി പറയുന്നേ? സ്നേഹമില്ലാതാണോ എന്റെ കൂടെ വരാൻ നിന്റെ കാര്യം പിടിക്കാൻ തയ്യാറായത്? എനിക്ക് നിന്നെ വേണം. ഒപ്പം എന്റെ അമ്മയെ അപ്പൂനെ എനിക്ക് വേണം. പോ നീ പോ. പക്ഷേ എവിടെ പോയാലും നിന്റെ പിന്നാലെ ഞാനുണ്ടാവും. ഞാൻ എന്ത് വേണം?
ഞാൻ എന്റെ മോൾക്ക് പറഞ്ഞു കൊടുത്ത പലതും പതിനായി പോയെന്ന് തോന്നുന്നു. എന്റെ ധാരണകളിൽ ചില പൊളിച്ചെടുത്തുകൾ നൽകുന്നു. നീ ഇല്ലാതെ ഇവൾക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ പഴയ രക്ഷിതാക്കളെ പോലെ മോള് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ് അടച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ആദ്യം കൺഫ്യൂഷൻ ആലോചിച്ചു. എനിക്ക് കുറച്ച് സമയം വേണം. അങ്ങനെ ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ്. അഡ്ജസ്റ്റ്മെന്റ് തന്നെ ചെയ്തു. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു കാര്യം ഞാൻ പറയും. എന്റെ മോളെ എന്നെ ഒന്നും ഞാൻ നിർബന്ധിക്കും. അവൾക്ക് തോന്നുന്നത് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യും. ചിത്തു, പോകല്ലേ ചിത്തു, എന്നെ വിട്ട് പോകല്ലേ. മോൾക്ക് അച്ഛനും മോളെ പരിഗണിക്കാത്ത വീട്ടിലേക്ക് മോളച്ഛൻ വിളിക്കും. മോളെ സ്നേഹം, മോളെ സമത്വം, മോളെ സ്വാതന്ത്ര്യം, ഇതാണ് അച്ഛന് വരുന്നത്. അവൻ പോട്ടെ. കരിമിഴി നിറയെ കനവ് അരികിലിരുന്നു നിലാവ് മധുരിത മധുവിധുരാവ് ചിലപ്പതികാരത്തിൻ മൊഴിപ്പദങ്ങൾ മിടിക്കുന്നു ഹൃദയങ്ങൾ പറക്കുന്നു ശലഭങ്ങൾ മലർന്നെത്ത് വിരിക്കുന്നു മഴമുള്ളതിൽ മടിത്തട്ടിലുറങ്ങുന്നു രതിമുദ്രകൾ ിയൊരുങ്ങിയരാവ് കരിമിഴി നിറയെ കനവ് അരികിലിരുന്നു നിലാവ് മധുരിത മധുവിധുരാവ് ഗമപദ
ചിത്തുവിന് ഇതിന് മുമ്പ് ഞാൻ ഫോൺ പറഞ്ഞപ്പോ യൂട്യൂബിൽ ചിത്തുവിന്റെ തെയ്യം പെർഫോമൻസ് ഞാൻ സൂപ്പർ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സർ. ഈ സാറേന്ന് വലിയ വേണ്ട അമ്മാച്ചാനെ വിളിച്ചോ ചിത്തുവിന്റെ കൂടെ പക്കമേളത്തിൽ വരാറുണ്ടല്ലേ